ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവരും വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണെന്നല്ലേ. കാരണം ഇന്ന് ലീവാണ്, എല്ലാ സ്ഥലത്തും ലീവാണ്. ലീവായതുകൊണ്ട് തന്നെ കരോളും ക്രിസ്മസ് കരോളും പാട്ടും കൂത്തും ഡാൻസൊക്കെ എല്ലാവരും ഭയങ്കര ഇന്നൊരു ഉത്സവ ദിവസമാണ് അല്ലേ. ഉണ്ണി യേശു പിറന്ന് വീണ സമയം. അപ്പം അത് അതായത് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അല്ലേ. എന്ന് കരുതി നമ്മളെന്നും ഹാപ്പിയാണോ? അതുമല്ല. പക്ഷേ നമുക്കെന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. അതിന് വേണ്ട ടിപ്പും ടൂളുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ലോകത്തിൽ ഇന്ന് വരെയുള്ളതിൽ ദൈവം സൃഷ്ടിച്ചവയിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? നിങ്ങളാണ്, ഞാനാണ്. അതെ, നമ്മൾ ഓരോരുത്തരുമാണ്. സംശയിക്കേണ്ട കാര്യമില്ല, അതാണ് സത്യം. ഓരോ മനുഷ്യനും ഓരോ അത്ഭുതമാണ്. കാരണം അവൻ്റെ കഴിവ് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താതെയാണ് മണ്ണടിയുന്നത്. തൻ്റെ കഴിവ് എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സാഹചര്യങ്ങൾ ചിലപ്പോൾ അവനെ അതിനെ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. പക്ഷേ സാഹചര്യം അനുവദിച്ചവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കി മുന്നേറുന്നുണ്ട്. ഇതിന് സഹായിക്കുന്നത് എന്താണ്? മനസ്സാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ വളരാൻ സഹായിക്കുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മനസ്സാണ് നമ്മുടെ ശത്രുവും അതുപോലെ മിത്രവും. അപ്പോൾ നമ്മുടെ മനസ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിനെ മിത്രമാക്കി കൊണ്ടുപോയി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ഈസിയായി കടക്കാൻ സാധിക്കില്ലേ? കടക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കോൺഷ്യസ് ലിവിങ്, ബോധത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ സെൽഫ് അവെയർ ആയിരിക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു പ്രശ്നം, ഒരു പ്രയാസം നിങ്ങളെ അലട്ടുകയില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെന്തും ആയിക്കോട്ടെ, അതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള വഴി തെളിഞ്ഞു വരും നിങ്ങളുടെ മുന്നിൽ. കാരണം എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ ഇൻഡ്യൂഷൻ പവർ ഉണ്ട്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള പവറൊന്നുമല്ല. പണ്ട് ഋഷിവര്യന്മാർ പറയും, അവർക്കൊക്കെ ആളുകൾ പറയാറുണ്ട് അവരെ പറ്റി. അതായത് അവർ തപസ് ചെയ്യുമ്പോൾ അവർക്കതിനുള്ള കഴിവ് വരുന്നത് എന്തുകൊണ്ടാണ്? അവർ തപസ് ചെയ്തത് നീ ആർജിച്ചെടുത്തതാ. ഇതുപോലെ നമുക്കും സാധിക്കും. അതിനാദ്യം വേണ്ടത് കോൺഷ്യസ്നെസ് ആണ്. ബോധത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാ. അവെയറോടുകൂടെ കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങിയ അവിടെ നമ്മൾ ജയിച്ചു തുടങ്ങിയെന്നർത്ഥം. ഇതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, മനസ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. സബ് കോൺഷ്യസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ആഹാരം കഴിക്കാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ വിശപ്പുണ്ട് അല്ലേ. വിശക്കുന്നു എന്ന് തോന്നുന്നത് എന്താണ്? ബോധമനസ്സിലൂടെ വരുന്ന കാര്യങ്ങളാണ്. വെള്ളം കുടിക്കണം, ദാഹിക്കുന്നു എന്നുള്ളത്. പക്ഷേ ആഹാരം കഴിച്ചിട്ട് ആ ആഹാരത്തെ ദഹിപ്പിക്കുന്നത് ആരാണ്? അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ആഹാരത്തെ ദഹിപ്പിക്കുക, അതിനുള്ള ഊർജ്ജം വലിച്ചെടുക്കുക, അത് വിസർജിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പം ശരീരത്തിൻ്റെ ഉപജാപയ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതെല്ലാം ആരാണ്? സബ് കോൺഷ്യസ് മൈൻഡാണെന്ന് അർത്ഥം. അത് 24 മണിക്കൂർ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബിഹേവിയറൽ സയൻറ്റിസ്റ്റും അതേപോലെ സൈക്കോളജിസ്റ്റുകളെല്ലാം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. ഇതൊരു സയൻസാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കള്ളാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ, അതായത് ചിന്തകളെ നിയന്ത്രിച്ച് എനിക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റില്ലേ? ഇതാണ് കോൺഷ്യസ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ് ആയി ഇരിക്കുക. അനാവശ്യമായിട്ട് ഒരു കാര്യത്തെ, അതായത് നെഗറ്റീവ് ഒരു കാര്യമായിരിക്കും, നമുക്ക് വേണ്ടാത്തൊരു കാര്യമായിരിക്കും, ഇപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നൊരു കാര്യമായിരിക്കും, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് അത് ലൈഫിലേക്ക് വീണ്ടും വീണ്ടും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ തുടങ്ങി വെച്ചാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ബോധത്തോടു കൂടിയാണെങ്കിലോ, കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ബോധത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ആവശ്യമില്ല, ഞാനിപ്പോൾ ചിന്തിച്ചാൽ ഇത് നാളെ എൻ്റെ ലൈഫിൽ വീണ്ടും എൻ്റെലേക്ക് തന്നെ തിരിച്ചടിച്ച് വരും, ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല അല്ലേ. പകരം എന്ത് ചെയ്യും? നമ്മൾ നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചിന്ത ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, വേറെ എന്തിലേക്കും ഫോക്കസ് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് കൊടുക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ എനർജി, ഊർജ്ജം ഒഴുകുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലും അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യമാണ് ലൈക്ക് അട്രാക്ട് ലൈക്ക് അല്ലേ. അതൊരു പ്രാപഞ്ചിക നിയമമാണ്.
ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിലൊരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലൈക്ക് അട്രാക്ട് ലൈക്ക്. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണോ, വളരെയധികം പീസ്ഫുൾ ആണോ, വളരെയധികം സമാധാനമുള്ള ആളാണോ എങ്കിൽ നിങ്ങൾ അതുപോലുള്ള സാഹചര്യങ്ങൾ അട്രാക്ട് ചെയ്യും. പകരം നിങ്ങളെപ്പോഴും ഹറിബറി അല്ലെങ്കിൽ സ്ട്രെസ്ഡ്, ടെൻഷൻ, എപ്പോഴും ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ അട്രാക്ട് ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സെൽഫ് അവെയർനെസ്സോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ലൈഫിനെ നമ്മൾ വിചാരിച്ച പോലെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മളെ കൺട്രോളിൽ വെച്ച് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയും. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അക്ഷയഗനിയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ പോലും നിർവചിക്കാനാവാത്തത്ര പവർ അതിനുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കതിനെ കൃത്യമായി യൂസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൂടാ? അതിന് സഹായിക്കുന്ന ഒരു ടൂളാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്. മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി നമ്മൾ എന്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ. അതേപോലെ അടിയുറച്ച വിശ്വാസം. മൂന്നാമത്തത് എന്താണ്? നിരന്തരം അതിനു വേണ്ടിയുള്ള ചിന്ത. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിലേക്കാണോ ലക്ഷ്യം വെക്കുന്നത്, നമുക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവനും ഈ ലോകത്തിലൊരു ഭാരമാണ്. എന്തിനു ജീവിക്കുന്നു, എന്തിനോ എന്തോ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം വേണം. നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമുക്കത് നേടാനുള്ള പ്രാപ്തിയുള്ളതായിരിക്കുകയും വേണം. വെറുതെ വലിയ ലക്ഷ്യം വെച്ചിട്ടും കാര്യമില്ല. നമുക്കത് നേടാൻ പ്രാപ്തിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായി എന്തുകൊണ്ട് വേണം? അതിന് തീവ്രമായിരിക്കണം ആഗ്രഹം. വെറുതെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മോഹമാണ്. മോഹം നടക്കില്ല ഒരിക്കലും. അത് മോഹഭംഗം പോലെ ആയിപ്പോവും. നമുക്കെപ്പോഴും വേണ്ടത് തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ ആയിരിക്കണം. ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അതുപോലെ അടിയുറച്ച വിശ്വാസം വേണം. അത് ലഭിക്കുമെന്ന വിശ്വാസം വേണം. കൂടെ എന്താണ് നമുക്ക് വേണ്ടത്? അടിയുറച്ച വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ 3 കാര്യങ്ങളും കൃത്യമായി നടത്തിയാൽ നിങ്ങളെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയരും, സംശയമില്ല. ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണത്തോടുകൂടെ ഇത് പറയാം. അതായത് ഒരു ഗുരുവും ഒരു ശിഷ്യനും കൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, എന്താണ് ഈ തീവ്രമായ ആഗ്രഹമെന്ന്? ഗുരു പറഞ്ഞു, സാഹചര്യം വരുമ്പോൾ ഞാനത് പഠിപ്പിച്ചു തരാം. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഗുരുവും ശിഷ്യനും ആറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ശിഷ്യൻ്റെ തല ബലമായി വെള്ളത്തിൽ അമർത്തി പിടിപ്പിച്ചു. ശ്വാസത്തിനായി വല്ലാതെ പിടയാൻ തുടങ്ങിയപ്പോൾ ഗുരു ശിഷ്യനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പരിഭ്രമവും വെപ്രാളവും അടങ്ങി ശാന്തനായപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നിന്നെ ഞാൻ വെള്ളത്തിൽ അമർത്തി പിടിച്ചപ്പോൾ നീ എന്തിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത് എന്ന്? ആലോചിക്കാനോ, ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി ഞാൻ പിടയുകയായിരുന്നു. ഗുരു തുടർന്നു. മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ശ്വാസത്തിന് വേണ്ടി മാത്രം നീ പിടഞ്ഞതുപോലെ ഏതു കാര്യത്തിന് വേണ്ടിയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ കാലതാമസമില്ലാതെ അത് നിന്നിൽ വന്നു ചേരും. ഇതിലാണ് തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത്. ബേണിംഗ് ഡിസയറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, തീവ്രമായ ആഗ്രഹം മാത്രം പോലെ അടിയുറച്ച വിശ്വാസവും വേണം. അതെനിക്ക് ലഭിക്കും, ഞാൻ ഇതിനു വേണ്ടി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് തീർച്ചയായും ലഭിക്കുന്നുള്ള അടിയുറച്ച വിശ്വാസം, സെൽഫ് ഡൗട്ട് ഇല്ലാതെ വിശ്വസിക്കണം. നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്കത് ലഭിക്കുമെന്നാണ് ഈ കഥയുടെ ഒരു സാരാംശം. അപ്പോൾ തീവ്രമായ ആഗ്രഹവും അടിയുറച്ച വിശ്വാസവും നിരന്തരമായ ആ കാര്യത്തിനുള്ള ചിന്തയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും 100%. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് എൻ്റെ വിധിയാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചത് ഇതിലൂടെയൊക്കെ കടന്നു പോകാനാണ്. ശരിയാണ്, ചിലപ്പോൾ നിങ്ങൾ പല വേദനകളുടെയും കടന്നു പോയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കർമ്മയായിട്ട് നിങ്ങൾ കരുതണം. കാരണം ഇതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ സമയമുണ്ട്, കഴിഞ്ഞു, ഇനിയില്ല. ഇനി പുതിയൊരു വർഷം തുടങ്ങാൻ പോവുകയാണ്. അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലേ? നമുക്ക് ഓരോരുത്തരും തരുന്ന ഓരോരോ ഇൻഫർമേഷൻസ് നമ്മുടെ വിജയത്തിനുള്ളതാണ്, നമ്മുടെ ഉണർവിനുള്ളതാണ്. കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്ത് സെൽഫ് അവെയർനെസ്സോടുകൂടെ ജീവിതത്തെ കാണാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് കുതിച്ചു വരാൻ കഴിയും.
2026 എന്ന് പറയുന്നത് അബണ്ടൻസിൻ്റെ വർഷമാണ്. അത് നിങ്ങളുടെ ചുമതലയാണ്, അതാണോ വേണ്ടയോ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിക്കണം 2026 എൻ്റെ വർഷമാണ് എന്ന് എഴുതി വെക്കണം. എന്നിട്ട് അതിന് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. മനസ്സിനൊരുക്കണം. നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ നമ്മൾ എവിടെയാണോ അത് എത്തിക്കേണ്ടത് അത് എത്തിക്കുക തന്നെ ചെയ്യും. അത്രയ്ക്ക് പവർ ഉള്ള അക്ഷയഖനിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് കൂടെയുള്ളപ്പോൾ എന്തിനു നമ്മൾ ഭയക്കണം. അപ്പോൾ 2026 പുതിയൊരു കാൽവെപ്പിന് വേണ്ടി എല്ലാവരും ഇപ്പോഴേ പരിശ്രമിച്ചു കൊടുക്കുക. 2026 പുതിയൊരു ഗോൾ സെറ്റിങ്സ്, അതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഇവയെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൾ തീർച്ചയായും താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. ഇത് ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇനി നിങ്ങൾ ബാക്കോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ. നമ്മൾ കുതിര എപ്പോഴും എങ്ങനെയാണ്, ഇത് ഭയങ്കര ഊർജ്ജമാണല്ലോ, അതിന് ഭയങ്കര എനർജി ഉള്ളൊരു അനിമലാണ്. അതുപോലെ കുതിച്ച് മുന്നോട്ടുള്ള വഴികൾ സുഗമമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ന്യൂ